ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ അക്ഷരകൈരളിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള +2 തുല്യത ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിലെ 4 ചോദ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു +1 തുല്യതയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അക്ഷരകൈരളിയിൽ പ്രസിദ്ധീകരിച്ചതിൽ +2കാരുടെ ഇംഗ്ലീഷ് പുസ്തകത്തിലെ 4 ചോദ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം. എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് അങ്ങനെ സംഭവിച്ചതായിരിക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. First question, write a travel itinerary for any tourist destination highlighting the places of attraction, where to stay, how to get there, etc. ഏതെങ്കിലും വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള ഐറ്റിനററി തയ്യാറാക്കുക. ഐറ്റിനററി മീൻസ് യാത്രാ പദ്ധതി. അവിടെ എങ്ങനെ എത്തിച്ചേരാം, മേജർ അട്രാക്ഷൻ, സ്റ്റേ എന്നിവയെല്ലാം ഉൾപ്പെടുത്തി വേണം തയ്യാറാക്കാൻ. ഇതിൻ്റെ ആൻസർ ഐറ്റിനററി എങ്ങനെ എഴുതാം എന്നൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഈ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു പഠിക്കുക. Next one, the grandmother in the story, how I taught my grandmother to read, write an email to Triveni, the author of Kashiyatre. Write an email for her. ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് എന്ന നോവലിലെ മുത്തശ്ശി കാശിയാത്ര എന്ന നോവലിൻ്റെ എഴുത്തുകാരിയായ ത്രിവേണിക്ക് ഒരു മെയിൽ അയക്കുന്നു. ഒരു ഇമെയിൽ തയ്യാറാക്കുക. ഈ ചോദ്യത്തിൻ്റെയും ഉത്തരം ഈ ചാനലിലുണ്ട്, മറക്കാതെ കാണുക. സ്ഥിരം ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ, റിട്ടേണിംഗ് ഫ്രം ഹിസ് വിസിറ്റ് ടു ദ സെമിട്രി, ദി ഓതർ ഓഫ് ദ സ്റ്റോറി ദ ഗിഫ്റ്റ് എസ്.കെ. പൊറ്റക്കാട് wrote about his experiences in his diary. Write a possible diary entry. ദ ഗിഫ്റ്റ് എന്ന കഥയുടെ രചയിതാവായ എസ്.കെ. പൊറ്റക്കാട് ശ്മശാനം സന്ദർശിച്ച് മടങ്ങിയെത്തിയ ശേഷം തൻ്റെ അനുഭവങ്ങൾ ഡയറിയിൽ എഴുതി. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ എഴുതിയിരിക്കാം? ഒരു ഡയറി എൻട്രി എഴുതുക. ആൻസർ നോക്കാം. ഡയറിയുടെ ഫോർമാറ്റ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനു മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. മന്ത്, ഡേറ്റ്, ഇയർ, ഡേ എഴുതുക, ടൈം എഴുതുക. അതിനുശേഷം എഴുതി തുടങ്ങുക. ഡിയർ ഡയറി, ടുഡേ ഐ വിസിറ്റഡ് എ സെമിട്രി വിത്ത് എ ബുക്കെ ഓഫ് ഫ്ലവേഴ്സ്. ഇന്ന് ഞാൻ ഒരു പൂച്ചെണ്ടുമായി ഒരു സെമിത്തേരി സന്ദർശിച്ചു. I felt a sense of peace and calm as I walked through the gardens and rows of tombstones. പൂന്തോട്ടങ്ങളിലൂടെയും ശവകുടീരങ്ങളുടെ നിരകളിലൂടെയും നടക്കുമ്പോൾ എനിക്ക് സമാധാനവും ശാന്തതയും അനുഭവപ്പെട്ടു. I saw many people visiting the graves of their loved ones, leaving flowers and saying goodbye. ഒരുപാട് ആളുകൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശവകുടീരം സന്ദർശിക്കുന്നതും പൂക്കൾ അർപ്പിച്ച് വിട പറയുന്നതും ഞാൻ കണ്ടു. I felt like an observer watching the emotions play out around me. എനിക്ക് ചുറ്റുമുള്ളവരുടെ വികാരങ്ങൾ കാണുമ്പോൾ എന്നെ ഒരു നിരീക്ഷകനെ പോലെയാണ് എനിക്ക് തോന്നിയത്. I saw an old couple visit a small grave and they left a bouquet and a toy airplane. വൃദ്ധരായ ദമ്പതികൾ ഒരു ചെറിയ കുഴിമാടം സന്ദർശിക്കുന്നത് ഞാൻ കണ്ടു. അവർ ഒരു പൂച്ചെണ്ടും ഒരു കളിപ്പാട്ട വിമാനവും ആ കുഴിമാടത്തിൽ വച്ചു. They said good night to Chico and walked away without tears. ചിക്കോയോട് ഗുഡ് നൈറ്റ് പറഞ്ഞു. ആ ദമ്പതികൾ കരയാതെ തിരിഞ്ഞു നടന്നു. ആ കുഴിമാടത്തിൽ എഴുതി വച്ചിട്ടുള്ള പേരാണ് ചിക്കോ. I went to the grave and saw that it belonged to a young child. ഞാൻ ആ കുഴിമാടത്തിനടുത്തേക്ക് നടന്നു. അതൊരു കൊച്ചുകുട്ടിയുടേതാണെന്ന് കണ്ടു. I left my bouquet there, feeling a sense of connection to the child and the family who misses them. ആ കുട്ടിയോടും കുടുംബത്തോടും എനിക്കൊരു ബന്ധം തോന്നി. ഞാൻ എൻ്റെ പൂച്ചെണ്ട് അവിടെ വെച്ചു. The cemetery felt like a battlefield of emotions where people come to remember and honor their loved ones. സെമിത്തേരി വികാരങ്ങളുടെ ഒരു യുദ്ധക്കളമായി എനിക്ക് അനുഭവപ്പെട്ടു. അവിടെ ആളുകൾ അവരുടെ പ്രിയപ്പെട്ടവരെ ഓർക്കാനും പൂക്കൾ അർപ്പിക്കാനും വരുന്നു. I felt grateful for the experience and the reminder to appreciate life and the people around me. ജീവിതത്തെയും എനിക്ക് ചുറ്റുമുള്ള ആളുകളെയും മനസ്സിലാക്കാനുള്ള ഒരു അനുഭവത്തിനും ഓർമ്മപ്പെടുത്തലിനും വളരെയധികം നന്ദി തോന്നി. ഈ ചാപ്റ്റർ പഠിച്ചവർക്ക് പെട്ടെന്ന് മനസ്സിലാകും ഈ പറഞ്ഞ കാര്യങ്ങൾ. എസ്.കെ. പൊറ്റക്കാട് എങ്ങനെയാണ് ഈ സെമിത്തേരിയിൽ വന്നത്, യാതൊരു പരിചയവുമില്ലാത്തൊരു കുട്ടിയുടെ കല്ലറയിൽ പൂക്കൾ അർപ്പിച്ചത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. ഡയറി എഴുതുമ്പോൾ ഒരു പുതിയ പേജ് എടുത്ത് 4 സൈഡിലും വരച്ച് വൃത്തിയായി വേണം എഴുതാൻ. നെക്സ്റ്റ് വൺ, പ്രിപ്പയർ എ സ്പീച്ച് ഓൺ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ആൻഡ് സൊല്യൂഷൻസ് ടു പ്രിവെൻറ്റ് ഇറ്റ് to deliver in the public function organized in connection with the observation of World Environmental Day.
ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ചും അത് തടയുന്നതിനുള്ള പരിഹാരങ്ങളെക്കുറിച്ചും ഒരു പ്രസംഗം തയ്യാറാക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ജനറൽ എസ്സേ എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി ആവശ്യമുള്ളവർ എഴുതിയെടുക്കുക. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. എല്ലാവരും നന്നായി പഠിക്കുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്